ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇതേപോലെയുള്ള ഒരു ചിക്കൻ്റെ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്ത ഒരു ബ്രസ്റ്റിൻ്റെ പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇച്ചിരി കൂടെയൊക്കെ ഒന്ന് ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പറോ ഒരു തുണിയോ ഒരു കോട്ടൺ തുണിയോ വല്ലതും വെച്ച് ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഒപ്പി അതിലുള്ള വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും കളയണം. രണ്ട് സൈഡിലെ വെള്ളവും നല്ല രീതിയിൽ തന്നെ കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ചിക്കനിലെ വെള്ളം എല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ നല്ല രീതിയിൽ കുത്തി രണ്ട് സൈഡിലും നല്ല രീതിയിൽ കുത്തി നമുക്കിതിലേക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മസാല തേക്കുമ്പോൾ ഇതിലേക്ക് നല്ല രീതിയിലാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്കുള്ള മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് മസാലയൊന്നുമില്ല. ആദ്യമേ തന്നെ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതേപോലെ 2 സ്ലൈസിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇതേപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് രണ്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ സൈഡിലേക്കൊന്ന് പിടിപ്പിക്കണം. അതേപോലെ തന്നെ തിരിച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, അതേപോലെ തന്നെ നാരങ്ങ നീര് ഒഴിച്ച് നല്ല രീതിയിൽ ഈ സൈഡ് നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ 2 സൈഡും നല്ല രീതിയിൽ ഞാനൊന്ന് ഉപ്പും നാരങ്ങ കുരുമുളക് പൊടിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് ഇതേപോലെ ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഏതിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ബാക്കി കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് ഉരുകി നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരുന്നില്ലേ ആ ഒരു ചിക്കൻ്റെ സ്ലൈസസ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ തിരിച്ചു മറിച്ചു വിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് കുക്കാവണം. ഒരുപാട് മൊരിഞ്ഞ് പോവുകയൊന്നും ചെയ്യരുത്. നല്ല രീതിയിലൊന്ന് കുക്കായി വരണം. അപ്പോൾ ഈ ഒരു സൈഡ് ഒന്ന് ആയി കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ചിക്കൻ കണ്ടോ നല്ല രീതിയിലൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. എടുത്ത് ഞാനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലൈസ് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സൈഡ് ചരിച്ച് വേണമെങ്കിൽ സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് രണ്ടും ഒന്ന് പീസ് ചെയ്തെടുക്കും. ഒന്ന് രണ്ടായിട്ട് ഒരു ചിക്കൻ്റെ സ്ലൈസ് ഞാനൊരു 2 പീസായിട്ട് എടുക്കുവാണേ. അപ്പോൾ അതേപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ഞാൻ കണ്ടോ ബർഗർ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ബർഗർ ബണ്ണ് എന്ന് പറയുന്നത്. അത് ഞാൻ എടുത്തതിന് ശേഷം ഇതിപ്പം മുറിച്ചിട്ടില്ല. ഇപ്പോൾ ഇനി ഒരു കത്തി ഉപയോഗിച്ച് ഇത് 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ബർഗർ ബണ്ണ് ഞാനൊന്ന് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പീസിലേക്ക് ഞാൻ കുറച്ച് മയണൈസ് ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ മയണൈസ്. അതിനുശേഷം ഞാൻ റൗണ്ടിൽ അരിഞ്ഞ ഒണിയനാണ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് 2 സ്ലൈസ് ടൊമാറ്റോ ഇതേപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ ആ ഒരു ചിക്കൻ്റെ പീസസ് 4ആയിട്ട് മുറിച്ച് വെച്ചിരുന്നില്ലേ, അതിൽ നിന്ന് ഇതേപോലെ ഒരു പീസ് എടുത്തതിന് ശേഷം അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുന്നതിൻ്റെ മേളിലേക്ക് ഞാൻ ഇനി വെച്ച് കൊടുക്കുന്നത് ബർഗറിലൊക്കെ വെക്കുന്ന നമ്മുടെ ലെച്ചി ലീവ്സ് ഇല്ലേ, അതാണ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇല ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്ലൈസ് നമ്മളുടെ ചീസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുവാണേ. അപ്പോഴാണ് നമ്മളുടെ ബർഗർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടുന്നത്. ചീസും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ മുകളിലുള്ള ആ ബർഗറിൻ്റെ പീസ് വെച്ച് നല്ല രീതിയിലൊന്ന് അമക്കിയെടുക്കണം. അമക്കിയെടുത്തതിന് ശേഷം നമ്മളുടെ കടയിലൊക്കെ കിട്ടുന്നത് പോലെ ഞാനതുപോലെ ഒരു ടൂത്ത് പിക്കിൽ ചെറിയൊന്ന് കുത്തി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിൽ ഉള്ള ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് പിള്ളേർക്കൊക്കെ നമുക്ക് അന്നേരം തന്നെ 4 മണിക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഇത്രയും പെട്ടെന്ന് നമ്മൾക്ക് ബർഗർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഗറാണ്.
അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് കടകളിലൊക്കെ കിട്ടുന്ന പോലെ അടിപൊളിയായിട്ട് ജ്യൂസി ആയിട്ടുള്ള ബർഗറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതിയ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.